ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു PYQ സെക്ഷനായിട്ടാണ്. ചെറുതല്ല, ഒരു വലിയ PYQ സെക്ഷൻ തന്നെയാണ്. നമ്മുടെ 2023, 24, 25, 26 ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ഭരണഘടനാ ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു പോവുകയാണ്. ഏകദേശം 100-ലധികം ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ചോദ്യവും നമ്മൾ ഓരോ ഓപ്ഷനും കൃത്യമായി വിശകലനം ചെയ്ത് ഏകദേശം ഒരു 10,000-ലധികം ഫാക്റ്റുകൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. എല്ലാ PSC എക്സാമിനും ഭരണഘടനയുടെ ഇമ്പോർട്ടൻസ് അറിയാം. എല്ലാ PSC എക്സാമിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈസി ടു ഹൈ ടോപ്പ് ലെവൽ വരെ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും. അവയുടെ റിലേറ്റഡ് ഫാക്റ്റ്, അവയുമായി ഇനി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇവയെല്ലാം നമ്മൾ വ്യക്തമായി ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം. നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നത് ഭരണഘടന മാത്രമാണ്. ഓരോ ഓപ്ഷൻസും ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ വിശകലനം ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പം വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ചെറിയൊരു ടൈം ഗ്യാപ്പ് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ചോദ്യം എന്തെന്നാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണോ അതോ തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണോ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിൽ വായിച്ചു നോക്കാം. 93-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ 65 വയസ്സോ. അടുത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1ഉം 3ഉമാണ്. ഓക്കെ, ഒന്നാമത്തെ മൂന്നാമത്തെ ചോദ്യമാണ്. 93-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ ന്യൂഡൽഹി. ആസ്ഥാനത്തിന്റെ പേരെന്തോന്നാണ്? മാനവ് അധികാർ ഭവൻ. ഓക്കെ, മാനവ് അധികാർ ഭവൻ, മാനവ് അധികാർ ഭവൻ. ഓക്കെ, ഇതാണ് ആസ്ഥാനത്തിന്റെ പേര്. അപ്പൊ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് മിസ്റ്റേക്ക് പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ 65 വയസ്സോ. ഇതാണ് ഇവിടെ മിസ്റ്റേക്ക്. 65 അല്ലെ 70 വയസ്സാണ്. ഓക്കെ, 70 വയസ്സാണ്. 70 വയസ്സാണ്. 3 വർഷമോ 70 വയസ്സോ. ഇത് നേരത്തെ 5 വർഷമോ 70 വയസ്സായിരുന്നു. ഓക്കെ, 5 വർഷമോ 70 വയസ്സായിരുന്നു. 2019 ഒരു ഭേദഗതി വന്നിട്ടുണ്ട് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഈ 2019 ഭേദഗതി പ്രകാരം ഇതെന്തോന്നാക്കി? 3 വർഷമോ 70 വയസ്സാക്കി. ഓക്കെ, 5 എന്നുള്ളത് വെട്ടി 3 വർഷമാക്കി. വയസ്സ് ഏജ് 70 തന്നെയാണ്. ഓക്കെ, അപ്പം 3 വർഷമോ 70 വയസ്സാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ നോക്കാം. നമ്മളിവിടെ പറഞ്ഞ് 93-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ അതോ ഭരണഘടനാ സ്ഥാപനമാണോ? ഓക്കെ, അത് 93-ലെ നിയമപ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇതൊരു നിയമപരമായ ബോഡിയാണ്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. തെറ്റിക്കലി ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ 93-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് വന്നത്. അപ്പം ഈ കമ്മീഷൻ രൂപീകരിച്ച ഡേറ്റ് എന്നാണ്? 93-ലാണ് ആ ആക്ട് വന്നത്. ഈ കമ്മീഷൻ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? അത് 93 തന്നെയാണ്. 93-ലെ ഒക്ടോബർ 12 ആണ്. ഓക്കെ, 93 ഒക്ടോബർ 10-ാം മാസം 12-ാം തീയതിയാണ്. ഓക്കെ, 1993 ഒക്ടോബർ 12 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കാലാവധി പറഞ്ഞു എത്ര? 3 വർഷം 70 വയസ്സ്. 3 വർഷം 70 വയസ്സ്. ഇപ്പൊ ടോട്ടൽ അംഗസംഖ്യ എത്രയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ? അത് ഒരു ചെയർമാൻ പ്ലസ്
5 മെമ്പേഴ്സ്, ടോട്ടൽ 6 പേര്. ഓക്കെ, ഒരു ചെയർമാൻ പ്ലസ് 5 മെമ്പേഴ്സ്, 6 പേരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ അധ്യക്ഷനാവാൻ വേണ്ടിയുള്ള യോഗ്യത എന്താണ്? അധ്യക്ഷ അത് ഒന്നേ വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, ഒന്ന് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി, ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കണം അധ്യക്ഷന് വേണ്ട യോഗ്യത. ഓക്കെ, യോഗ്യത. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിയമിക്കുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ പ്രധാനി ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും കമ്മീഷന് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, പ്രധാനമന്ത്രിയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം, മാറിപ്പോ. നിയമിക്കുന്നത് രാഷ്ട്രപതി, പക്ഷെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നമുക്ക് അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിന് വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? റിട്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മാൻഡമൻസ് അതായത് കമാൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, കൽപ്പിക്കുക. സുപ്രീം കോടതി കൽപ്പിക്കുന്നു, അതാണ്. ഇനി നമുക്ക് റിലേറ്റഡ് ഫാക്ട് നോക്കാം കുറച്ച്. ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. ഓക്കെ, ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. ഓക്കെ, അതിനെ വ്യക്തി സ്വാതന്ത്ര്യം എന്നും വിളിക്കാൻ. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ റിട്ടെന്നും അറിയപ്പെടുന്ന ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ മാൻഡമസ് നമ്മളിവിടെ പറഞ്ഞ എന്താണ്? പൊതു കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്നതാണ് മാൻഡമസ്. ഇനി പ്രൊഹിബിഷൻ എന്തോന്നാണ്? പ്രൊഹിബിഷൻ 5 റിട്ടുകളുണ്ട്, 5 റിട്ടുകളുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറി, കോവാറന്റോ. അടുത്തുള്ളതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്തോന്നാണ്? പ്രൊഹിബിഷൻ കീഴ്ക്കോടതിയുടെ അധികാര പരിധി ലംഘിക്കുന്നത് തടയുന്നതാണ് പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിറ്റ് തടയുക, അതിന് പ്രൊഹിബിറ്റ് തടയുക. കീഴ്ക്കോടതിയുടെ അധികാര പരിധി ലംഘിക്കുന്നത് തടയുന്നതാണ് പ്രൊഹിബിഷൻ. അടുത്തതാണ് സെർഷ്യോറി. എന്താണ്? കീഴ്ക്കോടതി പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും വിധികൾ തിരുത്തുന്നതാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. സെർഷ്യോറി. ഓക്കെ, അതുപോലെ തന്നെ കോവാറണ്ടോ എന്തോന്നാണ്? കോവാറണ്ടോ എന്ത് അധികാരം, ഏതെങ്കിലും ഒരു പൊതു പദവിയിൽ ഇരിക്കാനുള്ള നിയമസാധുത പരിശോധിക്കുന്നതാണ് കോവാറണ്ടോ. കോവാറണ്ടോ. വാക്കുകളുടെ മീനിങ് നോക്കണം. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക. അതുപോലെ തന്നെ മാൻഡമസിന്റെ അർത്ഥം എന്താണ്? വി കമാൻഡ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അതുപോലെ തന്നെ കോവാറണ്ടോ അതിന്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം എന്നാണ്. കോവാറണ്ടോ എന്താണ്? റിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പൊതു പദവിയിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യണത് എന്ത് അധികാരം, നിങ്ങൾക്ക് അവിടെ ഇരിക്കുക, എന്തോന്ന് അധികാരം, അവിടെ ഇറങ്ങി പോടേ, അതാണ് കോവാറണ്ടോ. പിന്നെ സെർഷ്യോറി അറിയാതല്ലോ. സെർഷ്യോറി എന്ന വാക്കിന്റെ അർത്ഥം മീനിങ് എന്നാണ്. മീനിങ് അല്ല, സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതായത് കീഴ്ക്കോടതികളുടെ വിധികൾ പരിശോധിക്കാനോ റദ്ദാക്കാനോ ഉയർന്ന കോടതി ഉപയോഗിക്കുന്ന ഒരു റിട്ടാണ് സെർഷ്യോറി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സുപ്രീം കോടതിയുടെ റിട്ട് ഹർജിയുടെ ആർട്ടിക്കിൾ ഏതാണ്? സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ഓക്കെ, ആർട്ടിക്കിൾ 32 ഹൈക്കോടതി ആണെങ്കിൽ എന്താ? 226. ഓക്കെ, സുപ്രീം കോടതി 32, ഹൈക്കോടതി ആണെങ്കിൽ 226. ഓക്കെ, ഹൈക്കോടതി ആണെങ്കിൽ 226. ഇതില് ആർട്ടിക്കിൾ 32നെയാണ് നമ്മൾ എന്തോന്ന് പറയണേ? ഹൃദയവും ആത്മാവും എന്ന് പറയണം. ഓക്കെ, ഹാർട്ട് ആൻഡ് സോൾ. ഓക്കെ, BR അംബേദ്കർ ആണ് ആർട്ടിക്കിൾ 32 ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്തോന്നാണ് പറയണത്? റിട്ട് ഹർജിനെ കുറിച്ചാണ്. ഓക്കെ, സുപ്രീം കോടതിയിലെ റിട്ട് ഹർജി, ഹൈക്കോടതിയിലെ റിട്ട് ഹർജി ആണെങ്കിൽ ആർട്ടിക്കിൾ 226. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓക്കെ, ചേരുംപടി ചേർക്കാനാണ്, അത്രേ ഉള്ളൂ. ആർട്ടിക്കിൾസും
ഇതും ആർട്ടിക്കിൾ 21 ഉണ്ട്, ആർട്ടിക്കിൾ 21A ഉണ്ട്, ആർട്ടിക്കിൾ 32 ഉണ്ട്, ആർട്ടിക്കിൾ 17 ഉണ്ട്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, തൊട്ടുകൂടായ്മ, നിർത്തലാക്കൽ, അൺടച്ചബിലിറ്റി, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 17 ഓക്കെ, ആർട്ടിക്കിൾ 17 പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അതുപോലെ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഏതാണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നമ്മുടെ എന്താണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21 കേട്ടോ. ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യം, അതിലൂടെയാണ് നമ്മുടെ റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശം ആർട്ടിക്കിൾ 21. അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 21A ആണ്. ഇത് കൂട്ടിച്ചേർത്ത വർഷം എന്നാണ് അറിയാമോ? ആർട്ടിക്കിൾ 21 ആഡ് ചെയ്തത് 86 ഭേദഗതി 2002. ഓക്കെ, 2002 86 ഭേദഗതിയിലൂടെയാണ് ഏതാണ്? ആർട്ടിക്കിൾ 21A ചേർക്കണം. അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇല്ലായിരുന്നു. അത് 86 ഭേദഗതി 2002 86 ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കുന്നത്. 21A എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്, വിദ്യാഭ്യാസ അവകാശമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും, ആർട്ടിക്കിൾ 32. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. ആർട്ടിക്കിൾ 32. നമുക്ക് അവിടുത്തെ 4ാമത്തെ ചോദ്യം നോക്കാം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. ഏതാണ്? ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. ഇത് ശരിയാണോ? ഒരിക്കലുമില്ല. നമ്മൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്താൽ മതി. സംസ്ഥാന നിയമസഭയിലൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരെ കാര്യങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കേസിന് എന്താണ് മാന്യമായിട്ട് ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവർക്ക് എപ്പോഴും എന്താണ് നിയമസഭയെ പേടിയായിരിക്കും. അപ്പം അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ കർത്തവ്യ പെരുമാറ്റത്തെ കുറിച്ച് സംസ്ഥാന നിയമസഭയിലോ പാർലമെന്റിലോ ചർച്ച ചെയ്യാൻ പാടില്ല. ഓക്കെ, പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ പാർലമെന്റിൽ ഒരിക്കൽ ചർച്ച ചെയ്യാം. അത് എപ്പോഴാണ്? അത് ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടക്കുവാണെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സമയത്ത് മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റൂ. കോമൺ ആയിട്ട് എന്താണ് ഹൈക്കോടതി ജഡ്ജിമാരുടെയോ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി ഒന്നും സംസ്ഥാന നിയമസഭയിലോ പാർലമെന്റിലോ ചർച്ച ചെയ്യാൻ പാടില്ല. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നിയമസഭയിൽ അംഗമായി തിരഞ്ഞെടുക്കുവാൻ നിർധനയായി ഇരിക്കുവാൻ പാടില്ല. ഒരു അമയുക്തമാണ്. അത് ശരിയാണ്. ഓക്കെ, പാപ്പരാവാൻ പാടില്ല. അതുപോലെ ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ട ഒന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഗവർണറുടെ സാലറിയും ബാക്കി അലവൻസുകളും എല്ലാം എന്താണ് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നാണ് ഗവർണറുടെ ശമ്പളവും ബത്തയും അലവൻസുകളും നൽകേണ്ടത്. ഇവിടെ ഇനി ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്, ഗവർണറുടെ പെൻഷൻ കൊടുക്കുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? ഓക്കെ, അത് കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്? ഗവർണറുടെ പെൻഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഗവർണറുടെ ശമ്പളവും അലവൻസുകളും കൊടുക്കുന്നത് ഏതിൽ നിന്നാണ്? സംസ്ഥാനത്തെ സഞ്ചിത നികുതിയിൽ നിന്നാണെങ്കിൽ ഗവർണറുടെ പെൻഷൻ കൊടുക്കുന്നത് ഏതാണ്? പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്ര. കാരണം ഒരു ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സംസ്ഥാനത്ത് മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. അയാൾ ചിലപ്പോൾ കേരളത്തിൽ ഇരിക്കും. ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് അതേ ഗവൺമെന്റ് ഭരിക്കുകയാണെങ്കിൽ അയാളെ വീണ്ടും അടുത്ത് തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശിലോ ഗവർണറായിട്ടിരിക്കും. അപ്പം എന്താണ് ശമ്പളം ഇരിക്കുന്ന സമയത്ത് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കുക. പക്ഷെ എന്താണ് പെൻഷൻ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? പങ്കിട്ട് നീ 50% ഇടും, ഞാൻ 50% ഇടാൻ പറ്റുമോ? ഇല്ല. അത് എന്താണ് പെൻഷൻ ആ സമയത്ത് ഏതിൽ നിന്ന് കൊടുക്കും? അത് കേന്ദ്രത്തിന്റെ സഞ്ചിത നികുതിയിൽ നിന്നാണെങ്കിൽ, പക്ഷെ ശമ്പളവും ബാക്കി അലവൻസുകളും ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ സഞ്ചിത നികുതിയിൽ നിന്നാണ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അടുത്തത് ജഡ്ജിമാരുടെ ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നത്. കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പാർലമെന്റ് നിയമം വഴിയാണ് തീരുമാനിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം പാർലമെന്റ് നിയമം വഴിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നമ്മൾ ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്.
ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തി ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്, ബേസിക് ചോദ്യമാണ്. ഏതാണ്? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, FD എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓപ്ഷൻ എ ആണ്. USSR നിന്നാണ്, അഥവാ റഷ്യയിൽ നിന്നാണ്, അഥവാ സോവിയറ്റ് യൂണിയൻ. ഇതെല്ലാം ഒരു രാജ്യങ്ങളാണ്. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ നിന്നാണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്ന്? അമേരിക്ക. അറിയായിരിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കയാണ്. ആമുഖം അമേരിക്കയാണ്, അറിയാലോ. ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, അത് PSC ഇടയ്ക്ക് കേൾക്കണേട്ടോ. ആമുഖമൊക്കെ കേട്ടിട്ട് PSC മടുത്താണ്. ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതെല്ലാം അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അതുപോലെ അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അടുത്ത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച വേറെ എന്തൊക്കെയാണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെല്ലാം റഷ്യയുടെ നിന്നാണ്. അതുപോലെ തന്നെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മാറിപ്പോലെ ഡ്യൂട്ടീസും കടമകളുമാണ്. ഡ്യൂട്ടീസും റൈറ്റ്സും ആണ്. ഒന്ന് അവകാശം, ഒന്ന് കടമയാണ്. ഓക്കെ, കടമ റഷ്യയുടെ കയ്യിൽ നിന്നാണെങ്കിൽ അവകാശം അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എന്തോന്നാണ്? അവിടെ നിന്ന് എടുത്ത എന്തോന്നാണ്? ഏതാശയാണ് എടുത്തത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന്? ഒന്ന് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ഒന്ന് കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇവ രണ്ടും എടുത്തത് എന്താണ്? ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നാണ്. സംയുക്ത സമ്മേളനം, കൺകറന്റ് ലിസ്റ്റ് എന്നിവ സ്വീകരിച്ചത് ഏതാണ്? ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ്. ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് അറിയാലോ, ഇംഗ്ലണ്ട് റിട്ട് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ. ഓക്കെ, റിട്ട് എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ പാർലമെന്ററി ഭരണരീതി, ഇപ്പോഴത്തെ പാർലമെന്ററി ഭരണരീതി എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. താഴെ പറയുന്നവൽ ഭരണഘടനയിൽ ഇന്ത്യൻ അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ്? താഴെ പറയുന്നവൽ ഭരണഘടനയിൽ ഇന്ത്യൻ അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ ഇതൊന്ന് മാറ്റിയോ നിലവിലും. ഓക്കെ, താഴെ പറയുന്ന ഭരണഘടന ഇന്ത്യൻ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടാത്തത് ഏതെന്നാണ്? മൗലിക അവകാശം എന്തെന്നാണ്? ചൂഷണത്തിനെതിരെ അവകാശം ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്താണ്? ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇതൊരു നിയമം. ഇതൊരു നിയമപരമായ അവകാശം മാത്രമാണ് നിലവിൽ. ഓക്കെ, സ്വകാര്യ സ്വത്ത്. പക്ഷെ നേരത്തെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു. ഏത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു. പക്ഷെ നിലവിൽ ഇതൊരു നിയമപരമായ അവകാശം മാത്രമാണ്. അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവകാശങ്ങളിൽ ആദ്യം വരുന്ന ഏതാണ്? സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, ഉള്ള അവകാശത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾസ് ഏതാണ്? സമത്വമാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 14 to 18 സമത്വം ആർട്ടിക്കിൾ 14 to 18. രണ്ടാമത് പറഞ്ഞ ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 to 22 വരെയാണ്. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 14 to 18. സ്വാതന്ത്ര്യമാണെങ്കിൽ 19 to 22. സമത്വം, സ്വാതന്ത്ര്യം. ചൂഷണത്തിനെതിരെ അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 23, 24. ചൂഷണമാണെങ്കിൽ ആർട്ടിക്കിൾ 23, 24. അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യമാണെങ്കിൽ ആർട്ടിക്കിൾ 25, 28. ഓക്കെ, ആർട്ടിക്കിൾ 25, 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 29, 30. പിന്നെ 32 അറിയാലോ, നമ്മുടെ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം, നമ്മുടെ റിട്ട് ഹർജികൾ പറഞ്ഞത്. അപ്പം ഇത്രയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പറഞ്ഞത്. അതിൽ 14 to 18 സമത്വത്തിനുള്ള അവകാശം, 19 to 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23, 24 ചൂഷണത്തിനെതിരെ അവകാശം, 25, 28 മതസ്വാതന്ത്ര്യം, 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, പിന്നെ 32 ഏതാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം, ഒരു റിവിഷനായിട്ട് എടുക്കണം. ഓക്കെ, ഏഴാമത്തെ ചോദ്യമാണ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതെന്നാണ്?
അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശ്രീലങ്കയാണ്. ഓക്കെ, കുറച്ച് പേരെങ്കിലും തെറ്റിച്ചാണ്. ഓപ്ഷൻ സി ആണ്, ശ്രീലങ്കയാണ്. എന്തോന്നാണ് ഈ അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്? അതായത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? പ്രസിഡന്റിന് സുപ്പീരിയർ പവർ ആയിരിക്കും. അപ്പം അർത്ഥ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ ആയിരിക്കും, പ്രസിഡന്റിന് നല്ല ഹൈ പവർ കാണും, സുപ്പീരിയർ പവർ കാണും. പക്ഷെ പ്രസിഡന്റിന് മാത്രമായിരിക്കില്ല സുപ്പീരിയർ പവർ. ഓക്കെ, അതായത് വേറെയും മന്ത്രിസഭയോ പ്രധാനമന്ത്രിയോ ഇവരൊക്കെ കാണും. അതിനെയാണ് അർത്ഥ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റിന് സുപ്പീരിയർ പവർ കാണും, പക്ഷെ പ്രസിഡന്റിന് മാത്രമായിരിക്കില്ല സുപ്പീരിയർ പവർ. അതിന് തതുല്യമായിട്ട് പ്രധാനമന്ത്രി മന്ത്രിസഭയ്ക്കും പവർ കാണും. ഇതിനെയാണ് എന്താണ്? ഹാഫ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതുപോലെ അമേരിക്കയിൽ എന്താണ്? പൂർണ്ണ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണുള്ളത്. ഓക്കെ, പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണുള്ളത് അമേരിക്കയിൽ. അതാണ് ഓപ്ഷൻ എ തെറ്റാകാൻ കാരണം. ഇന്ത്യയിൽ എന്താണെന്നറിയാമല്ലോ, പാർലമെന്ററി വ്യവസ്ഥയാണുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ പാർലമെന്ററി വ്യവസ്ഥയാണുള്ളത്. അതുപോലെ ശ്രീലങ്ക നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? അർത്ഥ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ അല്ലെങ്കിൽ സെമി പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. പിന്നെ ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ്, അവിടെ എന്താണ്? ഇവിടെ പ്ലൂറൽ എക്സിക്യൂട്ടീവ് ആണുള്ളത്. പ്ലൂറൽ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു 7 അംഗ ഭരണസമിതിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ പ്ലൂറൽ എക്സിക്യൂട്ടീവ് ആണ്, ഒരു 7 അംഗ കൗൺസിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 8ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്, നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ആർട്ടിക്കിളാണ്. ഏതാണ്? ആർട്ടിക്കിൾ 97 ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭ സ്പീക്കർ, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇവരുടെ ശമ്പളവും സാലറിയും അലവൻസിനെയും തമ്മിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 97. ഓക്കെ, ആർട്ടിക്കിൾ 97 ഇമ്പോർട്ടൻ്റ് ആണ്. PSC പിന്നീടും ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറേ തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെയാണ് നല്ലൊരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 97 97 ആണ്. ഓക്കെ, അതുപോലെ തന്നെ പാർലമെന്ററി ഓഫീസർമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ്? ഭാഗം 5 ആണ്. ഓക്കെ, പാർട്ട് 5 ദ യൂണിയൻ എന്ന ഭാഗത്താണ് ഈ സാലറീസ്, അതായത് രാജ്യസഭ അധ്യക്ഷ ഉപാധ്യക്ഷൻ എന്താണ് യൂണിയൻ ഗവൺമെന്റിൽ പറഞ്ഞില്ല. അപ്പം പാർട്ട് 5ലാണ്. അതുപോലെ തന്നെ പാർലമെന്ററി അല്ലെങ്കിൽ പാർലമെന്റിലുള്ള ഓഫീസർമാരുടെ ശമ്പളം നിശ്ചയിക്കുന്ന ആരാണ്? പാർലമെന്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കും. ഇവയുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ശമ്പളങ്ങളും അലവൻസുകളും പാർലമെന്റിൽ വോട്ടിങ്ങിന് വിധേയമല്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവരുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ ഇത് പാർലമെന്റിൽ വോട്ടിങ്ങിന് വിധേയമല്ല. ശ്രദ്ധിക്കണം, വോട്ടിങ്ങിന് വിധേയമല്ല. 9ാമത്തെ ചോദ്യമാണ്, അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥത വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഏതാണ്? ആർട്ടിക്കിൾ 51(4) ഓക്കെ, ആർട്ടിക്കിൾ 51(4) ഏതിലാണ്? നമ്മുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനപരമായ നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 51A. അതിൽ പറഞ്ഞ ഒരു സുപ്രധാന ആർട്ടിക്കിളാണ് അന്താരാഷ്ട്ര തർക്കം, ഇന്റർനാഷണൽ തർക്കങ്ങൾ അതിന് എന്താണ് മീഡിയേറ്റർ ആയിട്ട് നിൽക്കണമെന്ന് പറയണം. ഓക്കെ, ആർട്ടിക്കിൾ 51(4) നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ്? ഭാഗം 4 ഓക്കെ, ഭാഗം 4 ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51 ആണ്. ഓക്കെ, 51 ആർട്ടിക്കിൾ 51 എന്താണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അല്ലെങ്കിൽ PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച്, ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ ആർട്ടിക്കിൾ 51 ആണ്. ഓക്കെ, അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അയർലൻഡ്. ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്. എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ആരടുത്താണ് കൂടുതൽ ചോദിക്കുന്നത്? നമ്മുടെ അയൽക്കാരടുത്താണ് ചോദിച്ച് തീരുമാനം എടുക്കണമെന്ന് ഓർത്താൽ മതി. അപ്പം നിർദ്ദേശങ്ങൾ ചോദിക്കുന്നത് അയൽക്കാരടുത്ത്, അയർലൻഡ്.
ഓക്കെ, അപ്പൊ മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ കിട്ടുമല്ലോ, മറക്കരുത്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്, രാഷ്ട്രപതി ഭവനിൽ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്തെന്നാണ്? ഏതാണ്? ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതാണ്, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറി പറഞ്ഞതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഗണതന്ത്ര മണ്ഡപം. അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനിയും ഒത്തിരി ചോദ്യങ്ങളുണ്ട്, 100-ലധികം ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ, ഇത്രയും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കി പാർട്ടുകൾ ഇനി അടുത്ത വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ഡൗട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.